ത്തിൽ ഞാൻ സത്യത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന ശൈലിയിലായിരുന്നില്ല എന്ന് ഉസ്താദിനെ വിളിച്ചത്. കാരണം എനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടിയിരുന്നു. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു അവ്യക്തത, അന്ന് സംശയദൃഷ്ടിയോടെയല്ല ഉസ്താദിനെ വിളിച്ചതെങ്കിലും ആ അവ്യക്തത അത് വ്യക്തതയായി മാറാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, ഉസ്താദെ, മർക്കസിൽ എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് ഉള്ളത്? ആ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, ഞാൻ ഈ വിഷയ സംബന്ധമായി ഇവിടെ തൽക്കാലം തെളിവുകൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെ തെളിവുകളാണ് എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് അവതരിപ്പിക്കുന്നു. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു തെളിവ് അത് നിഷേധിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കളവാണെന്ന് സമർത്ഥിക്കാൻ തന്റേടമുള്ള വല്ലവരുമുണ്ടെങ്കിൽ ഒരു പൊതുസംവാദമാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു കളവ് സത്യം തന്നെ പറഞ്ഞാൽ തീരാൻ അത്രമാത്രം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിഷയവും ഈ വിഷയ സംബന്ധമായി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ആമുഖമായി ഒന്നുകൂടി സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അങ്ങനെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഷഅർ മുബാറക്ക് മർക്കസിൽ എത്രയാണ് ഉസ്താദെ ഉള്ളത്? ഉസ്താദിന്റെ മറുപടി, സത്യം പറഞ്ഞാൽ ജിഷാനെ, മർക്കസിൽ എത്ര മുടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് എത്രയാ ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ പര്യടനത്തിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാമായ അവിടെ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ ഷഅർ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരുന്നത്. അപ്പോ അതിനുശേഷം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അദ്ദേഹം എന്തൊക്കെയോ ഒരു മറ പിടിച്ചുകൊണ്ടുള്ള സംസാരം തോന്നി. അങ്ങനെ അത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഞാൻ എന്റെ ചോദ്യങ്ങൾ തുടർന്നു. കാരണം ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ സംശയങ്ങൾ തീരുക. സംശയങ്ങൾ തീർന്നാലാണ് അത് ഈ വിഷയത്തിൽ തിരുകേശത്തിന്റെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടുത്താൻ അത് നമ്മൾ നന്നായി ദൃഢത കൈവരിക്കേണ്ടതും ആ വിഷയം മനസ്സിലാക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മറുപടി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല. മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വല്ലാഹി വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ, പിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ മുഅ്മിനുകളല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ വാചകം സ്വന്തം മർക്കസിൽ അദ്ദേഹം അധ്യാപനം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ഷഅർ മുബാറക്കിന്റെ എണ്ണം അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം ഞാൻ നന്നായി എന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവ്യക്തതകൾ ഉണ്ട് എന്ന് എനിക്ക് അവിടെ മുതൽ ആരംഭിക്കുകയും ഈ വിഷയ സംബന്ധമായി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ അന്വേഷണത്തിലൂടെ 2010 മധ്യത്തിന് ശേഷം ഈ വിഷയ സംബന്ധമായി ഞാൻ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾ തിരിച്ചും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെയാവണം ഈ വിഷയ സംബന്ധമായി ഞാൻ ഏതൊക്കെ നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സത്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഒരിക്കലും അത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനോ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാനോ വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാനും മനസ്സിലാക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഞാൻ ഓരോ സ്റ്റെപ്പുകളും മുമ്പോട്ട് വെക്കുന്ന സമയത്താണ് ആ ഇടയായി ബഹുമാനപ്പെട്ട ചെന്നലോട് ഉമർ സഖാഫി എന്ന് എല്ലാവർക്കും അറിയുന്ന വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്ത് ചെന്നലോട് ഉമർ സഖാഫി
ബൈരക്സിലുള്ള അദ്ദേഹത്തിന്റെ ID വെസ്റ്റാർ എന്ന പേരുള്ള ID. അദ്ദേഹം എന്നോട് ഈ വിഷയ സംബന്ധമായി ആദ്യ കാൽവെപ്പ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയ സംബന്ധമായി സത്യത്തിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാമെന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു, ജിഷാനെ, മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച് ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴയുള്ള ഒരു സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയ സംബന്ധമായി ഒരു അഭിമുഖം നമ്മുടെ STVയിൽ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നീ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്വാലിഹ് സഖാഫിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയുടെ സഹോദരനാണ് ഈ സ്വാലിഹ് സഖാഫി എന്ന് മനസ്സിലാക്കുകയും ആ സ്വാലിഹ് സഖാഫിയെ അദ്ദേഹത്തിന്റെ മേൽവിലാസം എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടെത്തുകയും അദ്ദേഹം അന്ന് ന്യൂസിലാൻഡ്, ഇപ്പോഴും അദ്ദേഹം ന്യൂസിലാൻഡിലാണുള്ളത്. അപ്പോൾ സ്വാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ചോദിച്ചു. അങ്ങനെ സ്വാലിഹ് സഖാഫിയെ വിളിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നിന്നാണ് ഉസ്താദെ, ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ മറുഭാഗം ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഈ വിഷയ സംബന്ധമായി ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അപ്പോ ഉസ്താദ് അതിനൊന്ന് മറുപടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദ്യം ഒന്നിപ്പോ എനിക്ക് പറഞ്ഞു തന്നോ, ഞാൻ ഇൻഷാ അല്ലാഹ് മറുപടി നാളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരു സുന്നത്തിയമായത്തിന്റെ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ചോദ്യം എന്തായാലും മറുപടി ആ സ്പോട്ടിൽ കൊടുക്കുക എന്നുള്ള ശൈലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ നന്നായി നോട്ട് ചെയ്തു. കാരണം എന്നോട് ചോദ്യം ഇന്ന് ചോദിക്കുകയും നാളെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ അതിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മർക്കസിലുള്ള അബ്ദുൽ മജീദ് മുസ്ലിയാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഈ വിഷയ സംബന്ധമായി നിങ്ങൾക്ക് ഞാൻ അഭിമുഖം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഷാർ മുബാറക്ക് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു അഭിമുഖം ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും സ്വാലിഹ് സഖാഫി എന്തൊക്കെയോ മറക്കുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ നാളെ വിളിക്കാം. അങ്ങനെ അദ്ദേഹത്തെ പിറ്റേന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിഷാൻ ഒന്നും വിചാരിക്കരുത്, കാരണം മജീദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് തലയിട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്, അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. തൽക്കാലം അതിന് പകരമായിട്ട് ഇവിടെ ന്യൂസിലാൻഡിലുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളും ഞാൻ നിനക്ക് അവതരിപ്പിച്ചു തരാം, അത് നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങൾ പ്ലേ ചെയ്യിപ്പിച്ചോളൂ, അതിൽ തൽക്കാലം പിന്നെ സാറ്റിസ്ഫൈഡ് ആവണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, സനദ് വ്യാജമാണ് ഉണ്ടാക്കിയത് എന്ന ആരോപണം തീർത്തും ഒരു ആരോപണം മാത്രമാണ്, ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ഓ, വല്ലാതെ എനിക്ക് ആ വരികൾ നന്നായി മനസ്സിൽ തട്ടി. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അദ്ദേഹത്തോടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം അവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു അവതരിപ്പിച്ചു. അത് ക്ലാസ് റൂമിൽ STVയിൽ പ്ലേ ചെയ്യിപ്പിച്ചു. ഇന്നും അതിന്റെ ക്ലിപ്പും അതിന്റെ ശബ്ദരേഖകളും നമ്മുടെ കയ്യിൽ വ്യക്തമായും കൃത്യമായും ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ സ്വാലിഹ് സഖാഫിയുമായുള്ള വ്യക്തിബന്ധം നിലനിർത്തി. പല പ്രാവശ്യവും അദ്ദേഹത്തിന്റെ സ്കൈപ്പ് ID അദ്ദേഹം വന്ന് തന്നിരുന്നു. ആ സ്കൈപ്പ് IDയിലൂടെ അദ്ദേഹത്തെ പലവട്ടം ഞാൻ വിളിച്ചു. പക്ഷേ ആദ്യ പല വായകളിലും ഞാൻ ഈ തിരികേശം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഒരു 5-6 പ്രാവശ്യം വിളിച്ചതിന് ശേഷം ചോദിച്ചു, സ്വാലിഹ് സഖാഫി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് ജിഷാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഈ തിരികേശം സംബന്ധിച്ചൊരു സനദ് അത് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉസ്താദ് നിഷേധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു വല്ലാത്ത ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്നോ? ഞാൻ പറഞ്ഞു, ഉസ്താദെ, നമ്മളൊക്കെ ചോറാ തിന്നുന്നത്, കാരണം ഉസ്താദിനെ അന്ന് ആദ്യ ദിവസം വിളിച്ചത് മുതൽ എനിക്ക് സംശയത്തിന്റെ കണികളുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോ തൽക്കാലം ഇത് ആരോടും പരസ്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. കാരണം നമ്മളൊക്കെ മരിക്കണം എന്നുള്ള ബോധം ഉസ്താദിനുണ്ട്, എനിക്കുണ്ട്, ഒക്കെ എല്ലാവർക്കും ഉണ്ട്.